90 കാലഘട്ടത്തിലാണ് കലാഭവൻ്റെ ഒരു മിമിക്സ് പരേഡ് പെരുമ്പാവൂർ ഫാസിൽ വന്നു. ആ സമയത്ത് എനിക്ക് സെഞ്ച്വറി കാസറ്റ്സ് കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് വേണ്ടി അന്ന് അൻസാർ കലാഭവനും റഹ്മാനൊക്കെ കൂടി ഒരു മിമിക്സ് പരേഡ് കാസറ്റ് ചെയ്തു. അപ്പോൾ അൻസാർ പെരുമ്പാവൂർ വന്നപ്പോൾ, കലാഭവൻ്റെ ലീഡറാണെന്ന് വന്നപ്പോൾ എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ ആ കലാഭവൻ അൻസാറിനെ കാണാൻ ചെന്നു. പക്ഷെ പ്രോഗ്രാമിന് നിൽക്കാൻ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ അൻസാർ എന്നോട് പറഞ്ഞു, ഇവിടെ ഇതിലൊരു നല്ല പയ്യൻ വന്നിട്ടുണ്ട്, അടിപൊളി ആർട്ടിസ്റ്റാണ്, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകും, ഫസ്റ്റ് പെർഫോമൻസ് ഒന്ന് കണ്ടിട്ട് പോകും, നമുക്ക് ആവശ്യം വരും എന്ന് പറഞ്ഞാൽ. അന്നൊക്കെ ഞാൻ ഈ ഗൾഫ് ഷോ സ്ഥിരമായിട്ട് നടത്തുന്ന ഒരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ നിന്നു. ഫസ്റ്റ് പ്രോഗ്രാം മണിയുടെ കണ്ടു. മണിയുടെ ആദ്യത്തെ ഐറ്റം കണ്ടപ്പോൾ തന്നെ പിന്നെ എനിക്ക് അവിടെ ഇരിക്കാൻ തോന്നി. ഞാൻ ഫുൾ പ്രോഗ്രാം കണ്ട് മണിയെ സ്റ്റേജിൻ്റെ ബാക്കിൽ ചെന്ന് കണ്ട് മണിയുടെ നമ്പറും മേടിച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഒരു ഗൾഫ് ഷോ വന്നപ്പോൾ സ്ഥിരമായിട്ട് നാദിർ ഷാ അതുപോലുള്ള ആർട്ടിസ്റ്റുകളാണ് എൻ്റെ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത്. നാദിർ ഷാ 3-4 സ്റ്റേജ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഗൾഫ് ഷോ ഒരുമിച്ച്. അപ്പോൾ മണിയെ നാദിർ ഷാ അറിഞ്ഞിട്ടില്ല മണിയെ വിളിക്കുന്ന കാര്യം. നാദിർ ഷാനെ ഫിക്സ് ചെയ്തു. ബാക്കി ആർട്ടിസ്റ്റിനെയൊക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ട്രൂപ്പ് ഉണ്ടെന്ന് കൊച്ചിൻ സെഞ്ച്വറി, അതിലെ മെയിൻ താരമായിട്ട് കളിക്കുന്നത് ടിനി ടോമാണ്, അതിൻ്റെ ലീഡർ. അപ്പോൾ ടിനീനെ ഞാൻ ഉൾപ്പെടുത്തി. അങ്ങനെ മണിയെ എഗ്രിമെൻ്റ് ചെയ്തു. ആ പ്രോഗ്രാം വൻ സക്സസ് ആയിരുന്നു. സിദ്ദീഖായിരുന്നു നേതൃത്വം കൊടുക്കുന്നത്, നാദിർ ഷാ എല്ലാവരും ഉണ്ടെങ്കിലും ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ കലാഭവൻ മണിയുടെ ഷോ ആയിട്ട് മാറി.